സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് സ്വർണ്ണവില എത്തിയ മാസമായിരുന്നു മെയ് മാസം. പവന് വില ആദ്യമായി 50,000 രൂപയ്ക്ക് മുകളിലേക്ക് കുതിച്ചത് മെയ് മാസമായിരുന്നു. മെയ് മാസം 20-ന് 55,120 രൂപയായിരുന്നു അന്നത്തെ നിരക്ക്. എന്നാൽ തുടർന്നുള്ള ദിനങ്ങളിൽ ആശ്വാസമെന്നോണം സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിലെ അവസാന വിപണി ദിനമായി ഇന്ന് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതോടെ ഇന്നലത്തെ നിരക്കിൽ തന്നെയാണ് ഇന്നും സ്വർണ്ണ വിപണി പ്രവർത്തിക്കുന്നത്. ഗ്രാമിന് 6,640 രൂപയും പവന് 53,120 രൂപയുമായിരുന്നു ഇന്നലത്തെ നിരക്ക്. ഇതേ നിരക്കിൽ ഇന്നും വ്യാപാരം തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിലയിലുണ്ടായ വലിയ ഇടിവാണ് സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ആശ്വാസമായി മാറിയത്. വെള്ളിയാഴ്ച പവന് 720 രൂപയും വ്യാഴാഴ്ച 800 രൂപയും ഇടിഞ്ഞു. 1,520 രൂപയുടെ ഇടിവ് സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 4 ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഗ്രാമിന് 200 രൂപയും പവന് 2,000 രൂപയും കുറഞ്ഞിട്ടുണ്ട്. 18 ക്യാരറ്റിലും ഇന്ന് വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല. 55,120 രൂപയാണ് 18 ക്യാരറ്റ് സ്വർണത്തിന്റെ നിരക്ക്. 2 ദിവസം മുൻപ് വെള്ളിയുടെ വില ഗ്രാമിന് 100 രൂപ വരെ എത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ വില 96 രൂപയാണ്. മെയ് 1-ാം തീയതി പവന് 52,440 എന്ന നിരക്കിലായിരുന്നു ഈ മാസത്തെ സ്വർണ്ണ വിപണി ആരംഭിച്ചത്. മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കും ഇതുതന്നെ. പിന്നീട് വിവിധ തവണകളിലായി റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചാണ് മെയ് 20-ലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില എത്തിയത്. നിലവിൽ വിലയിൽ ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് സ്വർണം ബുക്ക് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പവന് 53,120 രൂപയാണെങ്കിലും 1 പവൻ സ്വർണം ആഭരണമായി വാങ്ങാൻ ഏകദേശം 57,000 രൂപ നൽകേണ്ടി വരും. ആഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി, നികുതി, ഹാൾ മാർക്കിംഗ് നിരക്കുകൾ എന്നിവയെല്ലാം ചേർത്താണ് വില ഈടാക്കുക. ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, 3% GSTയും ഈടാക്കും. സ്വർണ്ണപ്രേമികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മാസമാണ് മെയ് മാസം.